പെട്ടെന്ന് കാണുന്ന കാര്യങ്ങൾ എടുത്തിട്ട് പലരും വർക്കൗട്ടും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിലാണോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇപ്പൊ ശരിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ വർക്കൗട്ടുകൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്ന വെച്ചാല് ഇപ്പം ബാക്ക് പെയിന്, ലെഗ് പെയിന് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ശരിക്കും ഒരു ന്യൂട്രീഷന്റെ കൺസൾട്ടേഷനോട് കൂടിയാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വെച്ചാല് നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനും പറ്റും, നമുക്ക് ഒരുപാട് കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാനും പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് വർക്കൗട്ടിന്റെ കാര്യത്തിൽ ഡയറ്റ് പോലെ തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് അല്ല ചെയ്യുന്നെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരും. അപ്പം ഏതായാലും ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മൾ ഡോക്ടർ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ ന്യൂട്രീഷൻ ഓൺകോളജിസ്റ്റും ഡയറ്റീഷ്യനുമായ ഡോക്ടർ ആയിഷത്തുൽ സഫ്വാന മാമിനെ വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം നമ്മളുടെ ഷിഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ CEO ആയിട്ടുള്ള റെഹാൻസി മാമിനെയും വെൽക്കം ചെയ്യാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഓൾ ആർ വെൽക്കം. അപ്പൊ നമ്മളിതാ ഡോക്ടർ ആയിഷ സഫ്വാനെ ഹാൻഡ് ഓവർ ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം. Thank you, Bina. Good evening, all. Okay. Audible ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. Yes, ma'am. Audible. ഓക്കെ. ഫസ്റ്റ് ടൈം വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടോ ഇതില്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക് എന്താന്ന് എല്ലാവർക്കും അറിയില്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. മാം, എന്റെ വോയിസ് ഓഡിബിൾ ആണോ? രേഹന മാം. ഓക്കെ, ഞാൻ ചെറിയൊരു കോൾ വന്നതായിരുന്നു. എന്താ പറഞ്ഞേ? വോയിസ് ഓഡിബിൾ ആണോ എന്റെ? ഓഡിബിൾ ആണ്. എന്താ ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യണേ, എന്നാലാണ് മാമിനെ സംസാരിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അതിനു മുൻപ് ഞാൻ എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ഇതില് പുതിയ മെമ്പേഴ്സ് ഉണ്ടല്ലോ. ഞാൻ ഡോക്ടർ ആയിഷ, ന്യൂട്രീഷൻ ഓങ്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ കൂടെയാണ്. ഇപ്പോൾ ഷീഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, സോ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാം. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അഥവാ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും അല്ലെ ഈ ഒരു വേർഡ്? അതെ. ഇപ്പൊ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അഥവാ ജീവിതശൈലി രോഗങ്ങൾ അല്ലെ. പല പേഷ്യൻസും നമ്മളെടുത്ത് വരുന്നത് അവർക്ക് ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ വന്നതിന് ശേഷമാണ്, അല്ലാതെ അതിന് മുൻപായിട്ട് ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് ആരും ശ്രമിക്കാറില്ല. ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് ആരും നോക്കി പോവാറില്ല. എപ്പോഴും അസുഖങ്ങൾ വന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കുക, അതുപോലെ തന്നെ ഭയങ്കര കൺസേൺ ആണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഭയങ്കര കൺസേൺ ആണ്. ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരുമോ, എനിക്ക് ഈ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കൺസേണുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള, അതായത് നമ്മൾ പൊതുവെ പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് കാലിന്റെ മുട്ടുവേദന, അതുപോലെ തന്നെ ചിലർ പറയും എനിക്ക് നടുവേദനയുണ്ട്, അതേപോലെ ദഹനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഗ്യാസിന്റെ പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയുവാണെങ്കിൽ പ്രമേഹം, തൈറോയിഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്താണ് എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 വർഷം മുൻപ് അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നോ
അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇപ്പൊ ഞാനടക്കം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതായാലും നമ്മളെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ ഒരാൾ ചോദിക്കുമ്പോൾ ഓക്കെ ഞാൻ ഹെൽത്തി ആണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ എനിക്ക് നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയും. പക്ഷെ നമ്മളൊരു 4 വർഷം അങ്ങോട്ട് കഴിയട്ടെ, നമുക്ക് ഓരോ അസുഖങ്ങളായിട്ട് വരും. അപ്പോ നമ്മള് എന്താ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ തന്നെ സർജറീസിലേക്ക് പോകും, അങ്ങനെ ഒരുപാട് വൈകിപ്പോവും ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഒരിക്കലും ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇൻസുലിൻ പോലുള്ള ഇഞ്ചെക്ഷൻസിന്റെ ഹെൽപ്പ് കൂടെ വേണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു കണ്ടീഷനിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്നിപ്പോ ഒരു 30s കഴിഞ്ഞ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ എടുക്കുവാണെങ്കിൽ ഒരു 85% ആളുകൾക്കും BP, അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുമാണ്. നമ്മളിപ്പോ യങ്സ്റ്റേഴ്സിൽ പറയുകയാണെങ്കിൽ ഒരു 18-20 വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകളിലും ഈ ഷുഗർ ഒക്കെ ഉണ്ട്. പക്ഷെ അവര് ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് കാര്യമായിട്ട് എടുക്കും, ചില ആളുകൾ അത് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ആളുകളും അത് എങ്ങനെ അതിനോട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു PPT ഷെയർ ചെയ്യാം. മാം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണേ. റെയ്ഹാന മാം. വിസിബിൾ ആണോ? യെസ് മാം. ഒന്ന് പറയണേ വിസിബിൾ ആണെങ്കിൽ. വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്താണ് എന്നുള്ളത്. നമ്മളുടെ ജീവിത ശൈലി കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ എക്സസൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാതെ ഭയങ്കരമായിട്ടുള്ള സെഡൻറ്ററി ലൈഫ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന അസന്തുലിതാവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് കൊണ്ടാവാം. അതായത് നമ്മൾ കിടന്നുകൊണ്ട് ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, അതേപോലെ തന്നെ നമ്മൾ ഫുഡിനോടുള്ള ബിഹേവിയർ, അതേപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ. അതായത് ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ട്രഡീഷണൽ ഈറ്റിംഗ് എന്ന് പറയും. അവരുടെ ആ ഒരു ബ്രാഹ്മിൻസിന്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ഫുഡ് പാറ്റേൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ന്യൂട്രിയൻസ് എല്ലാം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് omega-3 അതുപോലെ തന്നെ omega-6 ഇതൊക്കെ നോൺ വെജ് ഐറ്റംസ് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിപ്പോ നമ്മൾ പറയുവാണെങ്കിൽ 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. കൺട്രോളബിൾ ഫാക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഡയറ്റ്, അതുപോലെ തന്നെ നമ്മളെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഡെയിലി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നോക്കുക. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയാലും മതി, പക്ഷെ നമ്മൾ അത് ആ ഒരു ടൈമിൽ ചെയ്യാനായിട്ട് നോക്കുക. ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ്സ് നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ ചില ആളുകൾ പറയും എനിക്ക് കാലുവേദനയുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് ഓർമ്മയുടെ കുറച്ച് പ്രശ്നമുണ്ട്, അതായത് ഞാനൊരു സാധനം വെച്ചാൽ അത് എവിടെയാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു 50% ആളുകളിലും അത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വേദന വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ഒരു ബാമ്പ് പുരട്ടും, അപ്പൊ നമുക്ക് വേദനയുടെ കുറവുണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ, എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കും. ആ ഒരു ടൈമിലും നമുക്ക്
വേദന കുറവുണ്ടാകും. പക്ഷെ നമ്മൾ ആരും പോയി ടെസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് എടുക്കുന്നോ ഇല്ല. അതുകൊണ്ട് അത് വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അത് മന്ത്ലി ആണോ അതോ വീക്ക്ലി ആണോ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിന്റെ ഡ്യൂറബിലിറ്റി എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും. ഓക്കെ. അതേപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒറ്റയടിക്ക് ഒരിക്കലും നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഗ്രാജുവലി നമ്മളത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനാണ് നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിൽ വരുന്നതാണ് നമ്മുടെ പ്രായം. നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബോഡിയിൽ ഒത്തിരി ഹോർമോണൽ ഇംബാലൻസ് വരാൻ തുടങ്ങും. എസ്പെഷ്യലി ലേഡീസിന്. ലേഡീസിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഇപ്പൊ മെനോപോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിനനുസരിച്ച് നമ്മളെ ബോഡിയിൽ ഈ ഒരു പ്യൂബർട്ടിക്ക് വരുന്ന അതേപോലെ തന്നെ കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസസ് വരും. അതേപോലെ തന്നെ മൂഡ് സ്വിങ്സ് വരും. അങ്ങനെയുള്ള ഒരു ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അൺകൺട്രോളബിൾ ആയിരിക്കും. സോ നമ്മൾ അത് ഏത് തരത്തിലാണ് നമ്മളെ ബോഡിക്ക് ഇൻ ഫ്യൂച്ചർ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യില്ല. ആ ഒരു ടൈമിൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് നമ്മൾ നോക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ജെൻഡർ, അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ലേഡീസിന്റെ കേസിലെ മെനോപോസ് എന്നുള്ളത്. പിന്നെ ഹെറിഡിറ്ററി ആണ്, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ഓരോ അസുഖങ്ങൾ ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഈ ഷുഗർ, കൊളസ്ട്രോൾ, അതേപോലെ തന്നെ തൈറോയിഡ്, എൻഡോമെട്രിയോസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുതിയ ജനറേഷനും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകൾ, ഹിസ്റ്ററി ഉള്ള ആളുകൾ എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ. നമ്മുടെ ഫുഡ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ഇഷ്യൂസ് വന്നു തുടങ്ങുന്നത്. അല്ല മാം, കേൾക്കുന്നില്ലല്ലോ. മാമിന്റെ നെറ്റ് കട്ടായിട്ടുണ്ടോന്ന് തോന്നുന്നു. ഇപ്പൊ ജോയിൻ ആവും കേട്ടോ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണ്. മാം ഇപ്പൊ ജോയിൻ ആവും. ഹലോ മാം, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് എററായി. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഒന്നും കൂടെ ഒന്ന് ഇത് എനിക്ക് ഹോസ്റ്റ് തരാമോ? ഓക്കെ. ഓക്കെ. ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ഈ മഴയ്ക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളെ ഓവർ ഈറ്റിംഗ്, അതേപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റിന്റെ കൺസെപ്ഷൻ,
നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മളെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് നമ്മളെ ഓർഗൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് ആണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കരളിന് അടുത്തായിട്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൽ, അതേപോലെ നമ്മുടെ കിഡ്നിയുടെ സൈഡിൽ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എക്സസീവ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്, അതേപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതേപോലെ തന്നെ ടൊബാക്കോസ് യൂസ് ചെയ്യുക, അതായത് നമ്മൾ പുകയില യൂസ് ചെയ്യുന്നത്, അതേപോലെ നമ്മൾ എക്സസൈസ് ചെയ്യാതെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കും. ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് നോക്കാം. കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കാർഡിയോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുന്നതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ജനറ്റിക്കലി വരുന്ന അസുഖങ്ങളുണ്ട്. അത് മാത്രമല്ല മെഡിസിൻസിന്റെ കൂടുതൽ ആയിട്ടുള്ള യൂസേജ് കൊണ്ട് വരുന്നതുണ്ട്. അതേപോലെ തന്നെയാണ് ഡയബറ്റിക്കും നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടും വരാം, അതല്ലാതെ നമ്മുടെ ജീവിതശൈലി കൊണ്ടും വരാം. പിന്നെ സ്ട്രോക്ക് ആണ്, അതേപോലെ ക്യാൻസേഴ്സ്. അപ്പൊ നമ്മൾ പറയും ക്യാൻസർ എല്ലാം ജീവിതശൈലി കൊണ്ട് വരുന്നതാണോ എന്നുള്ളത്. എല്ലാ ക്യാൻസേഴ്സും ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ എക്സസീവ് ആയിട്ടുള്ള സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള കണ്ടന്റ് കൊണ്ട് നമുക്ക് ലങ് ക്യാൻസർ, അതുപോലെ തന്നെ ലേഡീസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ ഓവറി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ COPD എന്ന് പറയും, അലർജി അഥവാ ആസ്മ. ഇപ്പൊ ഒട്ടുമിക്ക ആളുകളിലും ആസ്മ കണ്ടുവരുന്നുണ്ട്. ചെറിയൊരു ടെൻഷൻ കൂടുമ്പോൾ പോലും നമുക്ക് ഈ ഒരു വീസിങ് പ്രോബ്ലം അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു തുടങ്ങുന്നുണ്ട്. ഇത് പതിയെ ആസ്മയിലേക്ക് മാറും. അതേപോലെ തന്നെ ഡിപ്രഷൻ ഇപ്പോൾ യങ്സ്റ്റേഴ്സിലാണ്, അതായത് അഡോളസെന്റ് ഗേൾസിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിപ്രഷൻ. അതേപോലെ തന്നെ പോസ്റ്റ്പാർട്ടം, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളുകളിലും ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ വാദത്തിന്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിരുന്നു കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസിനെ പറ്റി നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബ്ലഡ് പ്രഷർ ആണ്, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്സ്, അതേപോലെ അതിറോസ്ക്ലിയറോസിസ്. ഇതൊക്കെയാണ് നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസസിൽ വരുന്നത്. ഈ ഹാർട്ട് അറ്റാക്കും അതേപോലെ തന്നെ BP യുടെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരുന്നതിന്റെ മൂലകാരണം കൊളസ്ട്രോൾ ആണ്. അതായത് നമ്മുടെ ഓരോ ഓർഗൻസിലും ഫാറ്റിന്റെ ഡെപ്പോസിഷൻ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ബോഡിയിൽ LDL എന്ന് പറയും, അതായത് ചീത്ത കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിന്റെ അളവ് കൂടുതലാവുന്നതിലൂടെയാണ് നമുക്ക് എന്താ പറയാ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നതും അതേപോലെ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുന്നതും. നമ്മുടെ ബോഡിയിൽ HDL ആണ് കൂടുതൽ വേണ്ടത്, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയും, അതായത് ഗുഡ് കൊളസ്ട്രോൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയും. LDL കൂടുമ്പോൾ HDL കുറയും. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ഫാറ്റിന്റെ ഡെപ്പോസിഷൻ വരുന്നത്. ഇത് നമ്മൾ ആക്റ്റീവ് ആയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതിന് ടാബ്ലറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുക ഒന്നും വേണ്ട. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി അതൊന്ന് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്ക്രീനിൽ റൈറ്റ് ചെയ്യുന്നതൊന്ന് ഒഴിവാക്കാവോ? സാജിദ അതെ. സാജിദ ഒന്ന് ടച്ച് ചെയ്യാതിരുന്നാ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിറോസ്ക്ലിയറോസിസ് ആണ്. അതിറോസ്ക്ലിയറോസിസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഈ ഒരു വേർഡ് കേട്ട് വലിയ പരിചയം ഉണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിൽ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ വരുന്നതാണ്. അപ്പോ ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലേക്ക്, അതായത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അതൊന്ന് തടസ്സപ്പെടും. അതായത് ഒരു പൈപ്പിലൂടെ ഇപ്പൊ വെള്ളം പോവുകയാണ്, കറക്റ്റായിട്ട് വെള്ളം പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൽ എന്തെങ്കിലും മണലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കോ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വെള്ളം അതിലെ പോകുമ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഫ്ലോ ഉണ്ടാവില്ല, അവിടെ ബുദ്ധിമുട്ടായിരിക്കും, ഒരു പ്രഷർ വരും അവിടെ. ഈ ഒരു പ്രഷർ കൂടി അവിടെ ബ്രേക്ക് ആവും, ആ ഒരു ബ്ലഡ് വെസൽ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് അതിറോസ്ക്ലിയറോസിസ് വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്സ് വരുന്നത്. അപ്പോൾ ഇതൊരു കാരണമാണ്, ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് മുന്നേ തന്നെ ചിലത്, അതായത് സഡൻ ആയിട്ടുള്ള അറ്റാക്സ് അല്ലാതെ നമുക്ക് മുൻപ് സിംറ്റംസ് കാണിക്കും. നമ്മള് കുറെ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ള സിംറ്റംസ് നമ്മളെ ബോഡി കാണിക്കും, പക്ഷെ നമ്മൾ അതൊന്നും നോട്ട് ചെയ്യുന്നുണ്ടാവില്ല.
നമുക്ക് ചെസ്റ്റിൽ ഒരു പ്രഷർ അനുഭവപ്പെടും, അതേപോലെ തന്നെ ഷോൾഡേഴ്സിലും നെക്സിലും ആംസിലും ഒക്കെ നമുക്ക് പെയിൻ വരും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം, സ്വെറ്റിംഗ്, അതേപോലെ നോസിയ, വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ വന്നു തുടങ്ങും. അപ്പോഴൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ അപകടത്തിലാണെന്നുള്ളത്. ആ ഒരു സമയം തന്നെ പെട്ടെന്ന് മെഡിക്കൽ എമർജൻസീസ് എടുക്കണം, അതും നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഹൈപ്പർ ടെൻഷന്റെ കേസ് പറയുവാണെങ്കിൽ, അതായത് ബി പിയുടെ പ്രശ്നം പറയുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഒരു 18-ാമത്തെ വയസ്സിൽ നമുക്ക് ബി പി വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ആ ഒരു ടൈമിൽ ചെറിയ കുട്ടിയല്ലേ, മെഡിസിൻ ഒന്നും എടുക്കണ്ട, ഇപ്പോഴേ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ മെഡിസിൻ എടുക്കണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് പലരും മരുന്ന് എടുക്കാതെ അത് കാര്യമാക്കാതെ ഇടും. പക്ഷേ ഈ കുട്ടി 18 വയസ്സുള്ള കുട്ടി വളർന്ന് ഒരു 20-25 വയസ്സാവുന്ന സമയത്ത് ആ കുട്ടിക്ക് ഡയബറ്റിക്, അതുപോലെ തന്നെ തൈറോയിഡ് ഇഷ്യൂസ്, കൊളസ്ട്രോള്, ഇങ്ങനെ CKD, അതായത് കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. നമ്മുടെ ഏതൊരു അസുഖം, അതായത് ഇപ്പൊ ഡയബറ്റിക് എടുക്കുവാണെങ്കിലും, ഈ തൈറോയിഡ് എടുക്കുവാണെങ്കിലും, ഹൈപ്പർ ടെൻഷൻ എടുക്കുവാണെങ്കിലും, അതേപോലെ കൊളസ്ട്രോളിന്റെ ഇഷ്യൂ എടുക്കുവാണെങ്കിലും, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളാണ്. ഇതിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ അത് ടേക്ക് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെ പ്രിവെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ആളും വരും. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് മെഡിസിൻസ് കാര്യങ്ങൾ എടുത്ത് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു കാരണങ്ങളെ, അതായത് ഇതിന്റെയൊക്കെ അടിസ്ഥാന ഘടകം എന്താ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പ്രിവെൻഷൻ ഞാൻ എല്ലാത്തിൻ്റെതും കൂടെ ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡയബറ്റിക് ആണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പിലുണ്ട്. മെയിൻ ആയിട്ട് 2 ടൈപ്പാണുള്ളത്, ടൈപ്പ് 1ഉം അതുപോലെ തന്നെ ടൈപ്പ് 2ഉം. പിന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്ന ഗെസ്റ്റേഷണൽ ഡയബറ്റീസും. ഇത് 3ഉം ആണുള്ളത്. ഇപ്പൊ കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ്, അതായത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിന്റെ അളവ്, അതായത് ഇൻസുലിന് പ്രവർത്തനരഹിതമാവുക, ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക്, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ആരെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടോ ഇപ്പോ? ഹലോ, എന്റെ വോയിസ് ഓഡിബിൾ ആണോ? ഇല്ല, എടുക്കുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ. ആരും അല്ല, കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. എടുക്കുന്നില്ല. ടൈപ്പ് ചെയ്യുന്നുണ്ടോ ഗൂഗിൾ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സെൽ ഗ്രോത്ത് കാണുന്നതിനാണ്. ഒരു ടൈപ്പ് ഓഫ് ട്യൂമർ ആയിട്ട് മാറും അത്. എല്ലാ ടൈപ്പ് ഓഫ് ട്യൂമേഴ്സും ക്യാൻസർ അല്ല കേട്ടോ, പക്ഷെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാൻസർ ട്യൂമർ ആണ്. നമ്മളെ ബോഡിയിലെ മാലിഗ്നന്റ് സെൽസിന്റെ ഗ്രോത്ത് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു കണ്ടീഷനെ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന് റീസൺ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് റേഡിയേഷനിലൂടെ നമുക്ക് വരാം, ക്യാൻസേഴ്സ് വരാം. അതേപോലെ തന്നെ HPV, ഹെപ്പറ്റൈറ്റിസ് വൈറസിലൂടെ നമുക്ക് വരാം. അതേപോലെ എന്തെങ്കിലും കെമിക്കൽസിന്റെ യൂസ്, അതായത് ടൊബാക്കോ, സ്മോക്ക്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ടോക്സിൻസ് നമ്മളെ ബോഡിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ക്യാൻസേഴ്സ് വരാം. അതേപോലെ തന്നെ നമ്മളിപ്പോ ഓരോ എന്താ പറയാ പ്രൂഫിങ്, അതുപോലെ തന്നെ ഹാംഫുൾ കെമിക്കൽസ് തന്നെ, ഇതിന്റെയൊക്കെ യൂസേജ്, ഈ കെമിക്കൽ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ, അതുപോലെ തന്നെ ഓയിൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഒരു പ്രോബ്ലം കണ്ടുവരാറുണ്ട്. കോമൺ ആയിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ലങ് ക്യാൻസേഴ്സും ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. ഇതെന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. നമ്മള് ചെറിയ ശ്വാസം മുട്ടായിട്ട് നമ്മൾ കാണും, പക്ഷെ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ ഒരു COPD എന്ന് പറയുന്നത്. ഇൻഹേലർ എടുക്കുന്ന ആളുകൾ ഉണ്ടോ ഇതില്? യെസ്. ഓക്കെ,
ഇപ്പോഴും റെഗുലർ ആയിട്ട് എടുക്കുന്നുണ്ടോ അതോ സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല, വല്ലപ്പോഴും. ഓക്കെ. നമ്മള് ഈ ഒരു COPD-ന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡ്സ് ആണ് എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി നമ്മളെ ബോഡി വെയിറ്റ് നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ബോഡി വെയിറ്റ് കൂടും. അപ്പോൾ അൺകൺട്രോൾ ആയിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്കത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു ഷോർട്ട് ബ്രീത്തിൽ ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് നമ്മൾ മെഡിസിൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സഫോക്കേഷൻ ഉണ്ടാകും. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെഡിസിൻസ് അതുപോലെ ഇഞ്ചെക്ഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഇൻഹേലർ എടുക്കുമ്പോഴും നമുക്ക് ഇതേ പ്രശ്നം തന്നെയാണ് വരുന്നത്, വെയിറ്റ് കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് വെയിറ്റ് ബാലൻസ് ആക്കാനായിട്ട് നോക്കണം. പിന്നെ ഡിപ്രഷനാണ്. നമുക്ക് ഈ ഒരു എന്താ പറയാ പ്യൂബർട്ടി സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അഡോളസന്റ് ഏജിൽ തന്നെ നമുക്ക് കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പൊതുവെ നമ്മള് പെൺകുട്ടികൾ വീട്ടില് എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ആരോടും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നും, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ അതൊക്കെ ഒരു ഡിപ്രഷന്റെ സ്റ്റാർട്ടിങ് ആണെന്നുള്ളത് ആരും ഐഡന്റിഫൈ ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അവർക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന സഫോക്കേഷൻ അത് ഡിപ്രഷൻ ആണെന്നുള്ളത്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ എല്ലാവർക്കും അതിനെപ്പറ്റി അവെയർ ആണ്. അല്ലാതെ ഈ ഒരു കഴിഞ്ഞ വർഷം വരെയൊക്കെ പറയുവാണെങ്കിൽ ഇതിന്റെ പേരിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. അതായത് കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പരസ്പര വിരുദ്ധമായിട്ട് ബിഹേവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അമ്മമാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ റീസൺ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്നുള്ളത് ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അതിന് വേണ്ട കെയറോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മെനോപോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, ജോബിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ നമുക്ക് വരുന്ന ഡിസീസസ്, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ട്രബിൾസ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഇതിന്നൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും നമ്മളെ മൈൻഡ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഈ ഒരു മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ വാദത്തിന്റെ ഇഷ്യൂ ആണ് വരുന്നത്. നമുക്ക് ജോയിന്റ്സിൽ അതേപോലെ തന്നെ ലിഗ്മെന്റ്സിൽ ഒക്കെ പെയിന് കാര്യങ്ങൾ വരിക. ഇതൊക്കെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മളെ ബോഡിയിൽ കാൽഷ്യത്തിന്റെ ഡെപ്പോസിഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ ഡെപ്പോസിഷൻ കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് വാക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും വാക്ക് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അതേപോലെ ആക്റ്റീവ് ആയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? അല്ല മാഡം, ഈ തൈറോയ്ഡ് ജീവിതശൈലി രോഗാണോ? എന്തായിരുന്നു? തൈറോയ്ഡ് ജീവിതശൈലി രോഗാണോ? അതെ, തൈറോയിഡ് ഒരു ജീവിതശൈലി രോഗമാണ്. അതെന്തുകൊണ്ടാ വരുന്നതെന്ന് പറയാൻ പറ്റുമോ? കേട്ടില്ല. ഈ അതെന്തുകൊണ്ടാണ് തൈറോയിഡ് നമുക്ക് ആണെങ്കിലും ഡയബറ്റിക് ആണെങ്കിലും എല്ലാത്തിന്റെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിസറൽ ഫാറ്റ് ആണ്. നമ്മളെ ബോഡിയിലെ വിസറൽ ഫാറ്റിന്റെ കണ്ടന്റ് കൂടുന്ന സമയത്താണ് ബാക്കിയുള്ള ഓർഗൻസിന്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും. അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങളും അത് ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഓക്കെ. ഓക്കെ. നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ്. നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ബയോകെമിക്കൽസ് ആണോ കൂടുതലുള്ളത് അതിനനുസരിച്ചുള്ള ഡയറ്റ്, ഏതൊക്കെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്കുണ്ട്. ഇപ്പൊ തൈറോയിഡ് പറയുവാണെങ്കിൽ ഓൾസോ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകും, അതേപോലെ തന്നെ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും, വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഫുഡിലൂടെ നമുക്ക് ഇത്രയും ന്യൂട്രിയൻസ് കിട്ടണം. അപ്പൊ അത്രയും ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. ഓക്കെ.
ഓക്കെ. ഹലോ, അപ്പൊ നമ്മൾ പറഞ്ഞോളൂ. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായി, അപ്പൊ എടുത്തു കളഞ്ഞ്. ആഹാ. വീണ്ടും വരുമോ എടുത്തു കളഞ്ഞെങ്കില്? ഗ്ലാൻഡ് റിമൂവ് ചെയ്തു എന്നാണോ പറഞ്ഞത്? ആ ആ ഓക്കെ, അതോ ഗോയിറ്റർ റിമൂവ് ചെയ്തതാണോ? പോയിട്ട് അതെ. ഗോയിറ്റർ ആണ് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് തൈറോയിഡ് എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതെ നമുക്ക് തൈറോയിഡ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതെയോ. അതെ. പിന്നെ തൊണ്ടവേദന, അതിന് എന്തെങ്കിലും ബാധകം ഉണ്ടോ? തൊണ്ടവേദന വരുന്നത്, അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് ഇൻഫെക്ഷൻ ആവുന്നുണ്ടോ? ഇൻഫെക്ഷൻ ആയിട്ട് ഒരു തടുപ്പ് പോലെ ഉണ്ടായി. ഓക്കെ, അത് ഇൻഫെക്ഷൻ ആവുന്നുണ്ട്. കാരണം ഗോയിറ്റർ ഗ്ലാൻഡ് റിമൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടറെ കാണിച്ചു, എന്നിട്ട് അപ്പം ഉള്ളും പുറവും സ്കാൻ ചെയ്ത് ഓക്കെ. അതിന് ചെറിയ തൈറോയിഡിന്റെ ചെറിയത് കാണിക്കുന്നുണ്ട് പറഞ്ഞു സ്കാനിൽ. ഓക്കെ, മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരില്ല. അതിന്റെ മുൻപ് തന്നെ ഡയറ്റും എക്സസൈസും ചെയ്താൽ മേ ബി അതൊരു 90% കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ, റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% പറയാം. ഞാൻ റിസൾട്ട് കാണാത്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ജസ്റ്റ് ഒന്ന് റിസൾട്ട് ഇവിടെ നമ്മുടെ റിഹാന മാമിന് അയക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? മാം ഇത്രയും നേരം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ഹലോ ഹലോ യെസ്, പറഞ്ഞോളൂ. ഇപ്പൊ പുറം വേദന വരുന്നത് ഗുളിക കഴിച്ചോണ്ട് ഡോക്ടറെ? ആ ഗുളിക കഴിക്കുമ്പോ മാത്രം കുറയുന്നത്. എന്തായിരുന്നു? പുറം വേദന, കൈവേദനയും പുറവും വേദന, അത് ഗുളിക കഴിക്കുമ്പോ കുറയുന്നത്. ആഹാ. ഓക്കെ. ഉം. അല്ലാത്ത ടൈമിൽ വീണ്ടും പെയിന് വരുന്നുണ്ടോ? വരുന്നുണ്ട്. എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ബ്ലഡ് തൈറോയിഡില് നോർമൽ എന്നാ കാണിക്കുന്നത്. ഞാൻ ഇപ്പം ചോദിച്ചവരെന്നെ. ഓക്കെ, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടാ. ഓക്കെ, വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ കുറവാവാനാണ് ചാൻസ്. അതെയോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ഡയറ്റോ നിർബന്ധമായിട്ടും എടുക്കുക കേട്ടോ. ഓക്കെ. നമ്മൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം എന്നല്ല, നമ്മുടെ ബോഡിക്ക് എന്താണോ നീഡ്, ആ ഒരു നീഡ് അനുസരിച്ച് നമ്മൾ വർക്കൗട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓരോരുത്തരുടെ ഹലോ ബോഡി ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ബോഡി അനുസരിച്ചിരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടത്. ഹലോ യെസ് മാം, പറഞ്ഞോളൂ. തൈറോയ്ഡ് ഉള്ളവര് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫുഡ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും. അതായത് ഡാർക്ക് കളറുള്ള വെജിറ്റബിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇലക്കറികൾ, അതായത് ബ്രൊക്കോളി, കോളിഫ്ലവർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യാന്നല്ല, അളവ് കുറയ്ക്കുക. കസ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല? എന്തായിരുന്നു? കസ്സില്ലേ, കസ്സില്ലേ, കേട്ടില്ല മാം. ലീഫ് കസ് എന്ന് പറയുന്നത് ആ കാബേജിന്റെ വേറെ മോഡൽ. മനസ്സിലായി. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒഴിവാക്കേണ്ട, അളവ് കുറയ്ക്കുക, റെഗുലർ ആയിട്ട് എടുക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉള്ള ഫുഡ്, അതായത് ഈ ചപ്പാത്തി, അതുപോലെ മൈദ ഐറ്റംസ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊന്ന് അളവ് കുറയ്ക്കുന്നതും നല്ലതാണ്. ഹലോ മാം, യെസ്, പറഞ്ഞോളൂ. ഭയങ്കര കഫക്കെട്ടിന്റെ ബുദ്ധിമുട്ടുണ്ട്. കേട്ടില്ല. കഫം ഇങ്ങനെ തൊണ്ടയിൽ അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പൊടിയൊക്കെ ഇട്ടുമ്പോ അലർജിയുടെ പ്രശ്നം. അത് ഇപ്പൊ COPD പ്രോബ്ലം. ഓക്കെ. ഇൻഹേലർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണോ അതോ മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഹോമിയോ മരുന്ന് അങ്ങനെ കഴിച്ചിരുന്നു. ഇപ്പൊ കുറവുണ്ട്, പക്ഷെ കഫക്കെട്ടിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ.
നമ്മള് നോർമൽ, അതായത് മോഡേൺ മെഡിസിൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതൊന്ന് കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ബാലൻസ്ഡ് ഡയറ്റിൽ പോവാവുന്നതാണ്. ആ റെഗുലർ പിന്നെ ആയിട്ട് വരുന്നുണ്ടോ ഇങ്ങനെ അലർജിയുടെ പ്രോബ്ലം? അതോ ക്ലൈമറ്റിന്റെ ഇഷ്യൂ കൊണ്ട് വരുന്നതാണോ? പൊടിയൊക്കെ തട്ടിയാലേ ഇപ്പം പൊടിയൊക്കെ ഇതായാല് തൈരാൻ പറ്റൂലേ, അപ്പൊ തുമ്മല് വരും. അതൊക്കെ ഇപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ ലോ ആയതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസും ഹെൽത്തി ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഈ കഫകെട്ടിന് ഇപ്പൊ ഇത് ചെയ്തോണ്ട് ഇപ്പൊ കുറയോ? നമ്മളിപ്പോ എക്സസൈസ് നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താലും നമ്മുടെ കംപ്ലീറ്റ്ലി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനപ്പുറം നമ്മളെ ബോഡിയിലെ ഫാറ്റ് കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസീസസ്, ഈ അലർജി ആണെങ്കിലും അത് ത്രൂ വരുന്ന കഫക്കെട്ടാണെങ്കിലും നീർക്കെട്ടാണെങ്കിലും ഒക്കെ നമുക്കൊരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹോമിയോ മരുന്ന് കഴിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഹോമിയോ നമ്മൾ ലോങ് പീരീഡിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡേൺ മെഡിസിൻ നമ്മളെ ബോഡിയിൽ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ആ ഓക്കെ, അപ്പോൾ അത് മാത്രമേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഹലോ അമ്മേ. ഓക്കെ. യെസ്, പറയൂ. ഹലോ. ഈ PCOD ഉള്ളവർക്ക് പറ്റിയ എന്തെങ്കിലും? PCOD ആ PCOD ഉള്ളവർ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റൂട്ടീൻസ് കറക്റ്റ് ആക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ റിസൾട്ട്, അതായത് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് എവിടെ എത്ര സിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റിന്റെ ലെങ്ത് വിഡ്ത്ത് കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് ഏത് ടൈപ്പ് ഓഫ് വർക്കൗട്ട് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് നിങ്ങൾക്ക് തരേണ്ടത്. PCODക്ക് തന്നെ ഒരു 7 ടൈപ്പ് ഓഫ് ഡയറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഡയറ്റ് ആണോ നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഡെയിലി പാറ്റേൺസ്, അതേപോലെ റീകോള് കാര്യങ്ങൾ എടുക്കണം. അതിനുശേഷമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പറയാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും വർക്കൗട്ട് പാറ്റേൺ ആണെങ്കിലും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ ആണെങ്കിലും എക്സസൈസ് സൈക്കിൾ ആണെങ്കിലും എല്ലാം വാട്ടർ ഇൻടേക്ക് ആണെങ്കിലും ഒക്കെ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ, ഷിഫ്റ്റിന്റെ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PCODക്ക് വേണ്ടി തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ അതിനു വേണ്ടി തന്നെ ഉള്ളതാണ്. അതിൽ ഒരു 7 ടൈപ്പ് ഓഫ് ഡയറ്റ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് സീഡ് സൈക്ലിംഗ് തെറാപ്പീസും വാട്ടർ തെറാപ്പീസും അങ്ങനെയുള്ള തെറാപ്പീസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നത്. ഹലോ. ഹലോ, യെസ്, പറയൂ മാം. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ട് ചോദിക്കണേ. പിന്നെ യൂട്രസിലെ മുഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈബ്രിഡ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഫൈബ്രോയിഡ് ഉള്ള സമയത്ത് എക്സസൈസ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു ലിവർ ഫൈബ്രോയിഡ് ഫാറ്റ്, അതിന്റെ കൂടെ ലിവർ ഫാറ്റ് ഉണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പൊ എക്സസൈസും പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തപ്പോ അത് കുറഞ്ഞതാണ്. അപ്പൊ ഇപ്പോഴും അതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാൻ ഇതുള്ളപ്പോ പറ്റുമോ എന്നുള്ളതാണ്. ഫൈബ്രോയിഡ് ഉള്ളപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. പെയിനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? പെയിനൊന്നുമില്ല. പീരീഡ്സിന്റെ സമയത്ത് ഓവർ ബ്ലീഡിങ് ഉണ്ടായിരുന്നപ്പോ കാണിച്ചതാണ്, കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ്. ഇപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്താൽ തന്നെ ഈ ഒരു കണ്ടീഷന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ലൊരു എക്സസൈസും ഡയറ്റും എടുത്താൽ തന്നെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും. ഇപ്പോൾ ഫാറ്റി ലിവർ ആണെങ്കിലും അതേപോലെ തന്നെ ഫൈബ്രോയിഡിന്റെ കേസ് ആണെങ്കിലും ഒക്കെ. ഹൈബ്രിഡ് ഇതിനെ കൊണ്ട് മാറ്റം വരൂ? ഫൈബ്രോയിഡ് നമ്മൾ ഇൻടേക്ക് കൊടുക്കുന്ന ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ അനുസരിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മാനേജ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡോക്ടർ പറഞ്ഞ വെച്ചാൽ ഗുളിക കഴിച്ചു നോക്കി ചുരുങ്ങിയില്ലെങ്കിൽ അത് അതാണ് നമ്മൾ ഓപ്പറേഷൻ എടുക്കണം. കംപ്ലീറ്റ്ലി ടാബ്ലറ്റ്സിനെ മാത്രം എഫക്ട് ചെയ്യാതെ നമ്മൾ അതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട്
നമുക്കത് ആ റെഡ്യൂസ് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ സർജറി ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ് പോകുന്നതിലും ബെറ്റർ അതല്ലേ? ആ ആ. അപ്പൊ ഇതിലൂടെ കുറയാൻ മതി അല്ലേ? അതെ അതെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീനിൽ വന്നാൽ തന്നെ അതൊരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ എക്സസൈസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. അപ്പൊ ആഹാ എന്നോട് ചോദിച്ചു, ആ സമയത്ത് എങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റും? മൂപ്പർക്ക് ഇളകുന്ന നേരമൊക്കെ പേടിയാന്ന് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇല്ല, അങ്ങനത്തെ അറിഞ്ഞിട്ട്. പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഓവറിയിലെ സിസ്റ്റ് പോലെ തന്നെ, അതായത് PCOD പോലെ തന്നെയാണ് ഈ ഒരു ഫൈബ്രോയിഡും വരുന്നത്. അല്ലാതെ അതേപോലെ പ്രത്യേകിച്ച് എനിക്കിപ്പോ ഞാൻ ഇപ്പൊ ഷിഫ്റ്റില് 2 മാസമായി ചേർന്നിട്ട്. ഓക്കെ. ഫസ്റ്റ് ടൈമിലൊന്നും ഒന്നുമില്ല. എനിക്ക് ഒരു 7-8 വർഷമായിട്ട് നല്ല വയറുവേദന പീരീഡ്സിന്റെ സമയത്ത്. അപ്പൊ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ലാന്നാണ് ഞാൻ ഒരു 4-5 സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. വേദന ഓക്കെ. കൂടുതൽ ആരും അതിന് മെഡിസിൻ ഒന്നും തന്നിട്ടില്ല, പക്ഷെ വേദന ഇപ്പോഴും ഉണ്ട് അതേ ലെവലില്. ഓക്കെ, നമുക്ക് നോക്കാം. വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും വേദന കുറവില്ലേ? ഇല്ല, കുറയുന്നില്ല. ഞാൻ അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിന് ഓരോ മാസം എന്തെങ്കിലും മാറ്റം ഉണ്ടോ, കുറഞ്ഞിട്ടില്ല. ഈ മാസമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു 7 വർഷം അങ്ങനെ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ കുറെ ഡോക്ടർക്ക് കാണിക്കുകയും സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു മൾട്ടി വൈറ്റമിന്റെ ലോസ് ഉണ്ടാവും. അതായത് ഇപ്പൊ B12, അതേപോലെ തന്നെ B7, അതിന്റെ ഒക്കെ ലോസ് ഉള്ളത് കൊണ്ടായിരിക്കാം, ഡെഫിഷ്യൻസീസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പെയിന് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഫുഡ് ഒന്ന് പ്രോപ്പർ ആയിട്ട് എടുത്തൊന്ന് ഡയറ്റിലും കൂടെ ജോയിൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ജോയിൻ ചെയ്തിട്ട് ഞാൻ 2 മാസമായിട്ടുണ്ട്. അല്ല, ഓക്കെ, ഡയറ്റ് ചാർട്ട് സിൽവർ എടുക്കുന്നില്ലല്ലോ? പ്ലാൻ ആണല്ലോ. കൺസൾട്ടേഷൻ എടുത്തിട്ടില്ല മാം. കൺസൾട്ടേഷൻ എടുത്താലാണ് നിങ്ങളെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഓക്കെ ഡയറ്റ് പ്ലാൻ. ഓക്കെ, മാം പറഞ്ഞ റിഹാന മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് ആയിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. എന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട്, കാരണം നിങ്ങളുടെ കറക്റ്റ് റൂട്ടീൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് തരേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതായിരിക്കും ബെറ്റർ. ഓക്കെ ഓക്കെ, പ്രഷർ ഉണ്ടെങ്കിൽ മാം. പിന്നെ ഹലോ, പറഞ്ഞോളൂ പ്രഷർ പറഞ്ഞോളൂ, ഉണ്ടെങ്കിലോ? കേൾക്കാം. എനിക്ക് PCOD ഉണ്ട്. ഒരു ഓക്കെ 5 years ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞു കുഞ്ഞു ഫോളിക്കിൾ ആയിട്ടുള്ള സിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ലെഫ്റ്റ് ചോക്ലേറ്റ് സിസ്റ്റ് ഓവറിൽ. പോലെയാണോ? ഹലോ, ചോക്ലേറ്റ് സിസ്റ്റ് പോലെയാണോ വരുന്നത്? ചെയിൻ സിസ്റ്റ് പോലെയാണെന്നാ പറഞ്ഞത്. ഓക്കെ. ഓക്കെ, അത് ഒരു ഓവറിലേ ഉള്ളൂ, ലെഫ്റ്റ് ഓവറിൽ മാത്രമേ ഉള്ളൂ, റൈറ്റ് ഓവറിൽ ഇല്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് എനിക്ക് പറ്റിയ ഡയറ്റ് എങ്ങനെയായിരിക്കും വരിക? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കാണണം. സിസ്റ്റിന്റെ വിഡ്ത്ത് അതുപോലെ തന്നെ ലെങ്ത് നോക്കണം. അതിനനുസരിച്ചാണ് നമുക്ക് ചാർട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോ റെഗുലർ ആയിട്ട് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഷിഫ്റ്റിലുണ്ട്. ഞാനിപ്പോ ഒരു 1 month ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം നേരത്തെ ഞാൻ നല്ല പ്രഗ്നൻസി കഴിഞ്ഞ സമയത്തൊക്കെ 102 ആയിരുന്നു വെയിറ്റ്. അത് കുറച്ചിട്ട് ഞാൻ ഫീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നല്ലപോലെ കുറഞ്ഞ് 82 ആയി. പിന്നെയും വെയിറ്റ് ഗെയിൻ ചെയ്ത് ഇപ്പൊ 19 ആയിട്ട് നിൽക്കുന്നുണ്ട്. 19ൽ നിൽക്കാണ്. ആണല്ലേ? ഓക്കെ. ഇപ്പൊ കറന്റ് ഫീഡിംഗ് ആണോ? ഇല്ല, ഇപ്പൊ ഫീഡിങ് ഇല്ല. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ട്, ഞാൻ ഉണ്ട്. ഡയറ്റ് ചാർട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സിൽവർ പ്ലാൻ ആണോ എടുത്തിട്ടുള്ളത്? സിൽവർ പ്ലാൻ ആണ് ഞാൻ അതൊന്ന് എടുത്തത്. അപ്ഗ്രേഡ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. PCOD ഉള്ളവർക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഫുഡ്സ് എങ്ങനത്തെയൊക്കെയാണ്? നമ്മൾ അങ്ങനെ കഴിക്കേണ്ട ഫുഡ്സ് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് എന്നല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പോർഷൻ കൺട്രോളും അതേപോലെ തന്നെ എൻഹാൻസ് ചെയ്യുന്ന സീഡ് സൈക്ലിങ്ങും ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. പ്രഷർ ഉണ്ടെങ്കിലോ മാം? എന്തായിരുന്നു? പ്രഷർ. ഓക്കെ, BP യുടെ കേസ് പറയണ മെഡിസിൻ എടുക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ, എത്ര നാളായിട്ട് എടുക്കുന്നുണ്ട്? അത് കുറെ വർഷമായി. ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് BP ബാലൻസ് ആവാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ ഇതിന് BP അല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ വേദന, അങ്ങനെയൊക്കെ ഷോൾഡർ വേദന.
ഷോൾഡറിന് വേദന ഉണ്ടാവും, പുറം വേദന ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. ഓക്കെ. ഒന്നാമത് നമ്മുടെ ജീവിതശൈലി ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്നൊരു മോചനം ഇല്ലാത്തത്. നമ്മള് BP ആയിട്ടും അതിന് ഒരു മാറ്റവും വരാത്തത്. ഇത്രയും നാൾ ഈ ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു. ഹലോ 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 ഹലോ, ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ. ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഡയറ്റോ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? കീറ്റോ ഡയറ്റ് തരുന്നത്. അപ്പൊ 14 കിലോ കുറഞ്ഞു ഒരു 5 വർഷം മുമ്പ്. ഓക്കെ. നമ്മൾ ഒരിക്കലും ക്രാഷ് ഡയറ്റ് എടുക്കാൻ പാടില്ല കേട്ടോ. കീറ്റോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫാറ്റിന്റെ കണ്ടന്റ് ആണ് ബോഡിയിൽ വീണ്ടും കൂടുതൽ കൊടുക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ആ ഒരു പ്രോസസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഫാറ്റിന്റെ മെറ്റബോളിസത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കീറ്റോസിസ് എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ അത് നിർത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് തിരിച്ച് കയറാനും തുടങ്ങും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ഓർഗൻസിലും ഫാറ്റിന്റെ ഡെപ്പോസിഷനും കൂടും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് തന്നെ എടുക്കുക കേട്ടോ. അതായത് ഹൈപ്പർ ടെൻഷൻ, അതായത് BP നമ്മൾ ഡാഷ് ഡയറ്റ് എന്ന് പറയും. ആ ഒരു ഡയറ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്ത് ഡയറ്റ്? ഹലോ നമ്മള് സോൾട്ടിന്റെ ഇൻടേക്ക്, അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ ഇൻടേക്ക്, ഫൈബറിന്റെ ഇൻടേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അത് BP വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ BP റെഡ്യൂസ് ആകും, അതായത് കുറയും, നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ ആ ഡയറ്റ് എങ്ങനെ കിട്ടും? എന്തായിരുന്നു? ആ ഡയറ്റ് ചാർട്ട് ഉണ്ടോ? അപ്പൊ ഡയറ്റിന്റെ ചാർട്ട് റെഹാന മാമിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവരതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും നമ്മളെ പ്രോഗ്രാം മാം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്നാൽ കുറച്ചുകൂടി ഇന്ററാക്ഷൻ എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ലൈഫ് ഹലോ, യെസ് മാം. ഡൗട്ട്സ് ഒക്കെ കഴിഞ്ഞോ? അപ്പൊ ഇതിൽ പ്രോഗ്രാമിൽ ജോയിൻ ആയ ആൾക്കാരും ഉണ്ടാവും, അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലെ? ജുമാന പുതിയ ആളാ? രണ്ടുപേരെ ഫേസ് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ബേബിക്ക് ഫീഡിങ് ആയോണ്ട് അതുകൊണ്ട് ഫോൺ നോക്കാത്ത. ഓക്കെ. ഐഷ മാം പറഞ്ഞോളൂ. കേൾക്കുന്നില്ല എന്റെ വോയിസ്? മാം ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇന്ന് മുതൽ പക്ഷേ ഈ ഫിറ്റിന്റെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും നമ്മള് ഷുഗർ എന്തായാലും ഷുഗർ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഫീഡിങ് മദർ ആയിട്ട് എനിക്ക് പിന്നെ എന്റെ ബേബി പ്രീ ടേം ബേബിയാ. അപ്പൊ ആള് 3 മന്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മള്
ആൾക്കിപ്പോ എനിക്ക് മിൽക്ക് കുറവായതുകൊണ്ട് നമ്മള് ലാക്ടോ ഗ്രാനുൾസ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി ഒരു മധുരമുള്ളതാണല്ലോ. അപ്പം പിന്നെ അത് എങ്ങനെയാണ് നമുക്ക് ഇതില് ഇതാക്കാൻ പറ്റുക? 2 നേരം എനിക്ക് എടുക്കണത്. നമ്മള് ഓക്കെ. എടാ നമ്മൾ ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഒരേ ഡയറ്റ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഫീഡിംഗ് മദർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീഡിംഗ് ഡയറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഓക്കെ. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡയറ്റ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് വെറി ചെയ്യേണ്ട. അതേപോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പേഷ്യൻസിനും അത് പോസിബിൾ അല്ല. ടൈപ്പ് 1 ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ. പെട്ടെന്ന് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ മധുരം കഴിക്കില്ലേ, അത്രേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ അതിനനുസരിച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഡയറ്റ് ചാർട്ട് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഷീഫിറ്റിനെ പറ്റി കുറച്ച് സംസാരിക്കാം. എനിക്ക് ഈ ക്യാമറ ഓൺ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഓൺ ചെയ്യാത്തത്. നമ്മളത് മൂടാടി, എല്ലാവർക്കും അറിയാം. മൂടാടി അറിയോ? കോഴിക്കോട് ജില്ലയിലെ മൂടാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു ലേഡീസ് ജിമ്മാണ്. നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്കൗട്ട്, അതുപോലെ തന്നെ ഇപ്പം മാമിന്റെ കൺസൾട്ടേഷൻ, ഡയറ്റ് പ്ലാനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500ഓളം ആൾക്കാരിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഷീഫിറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുണ്ടോ നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അതൊരു ഹെൽപ്പ് ആവുമായിരുന്നു. ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. പുതിയ ആൾക്കാരാ? പഴയ ആൾക്കാരും ഇല്ല? ഇന്ന് തുടങ്ങിയ വർക്കൗട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആ, ഓക്കെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷിഫ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ഹലോ മാം. മാം ഒന്ന് ഹോസ്റ്റിംഗ് ഒന്ന് കൺവേർട്ട് ചെയ്യോ ഷീഫിറ്റിലേക്ക്? ഐഷ മാം, ഷെയർ ചെയ്തിട്ട് ഷിഫ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ റിസൾട്ട് ആണ്, ഇവരുടെ ഫീഡ്ബാക്ക് ആണ് കേട്ടോ കാണുന്നതൊക്കെ.
വോയിസ് കേൾക്കുന്നില്ലല്ലോ ഷിഫ. സൂമില് ഇതുപോലെ ലൈഫ് സ്റ്റൈലില് ചേഞ്ച് ഷീഫിറ്റിൽ ജോയിൻ ചെയ്തിട്ടിപ്പം ഐ ആം ഫെസ്ലി. ഞാനിവിടെ ഷീഫിറ്റിൽ ജോയിൻ ചെയ്തിട്ടിപ്പം 5ാമത്തെ മാസമാണ്. എനിക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഷീഫിറ്റിൽ വരുന്ന സമയത്ത് 120 കിലോ ഉണ്ടായിരുന്നു. അവിടുന്ന് 2 അക്കാക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഷീഫിറ്റാണ്. കാരണം പ്രോപ്പർ ഡയറ്റ്, വർക്കൗട്ട്. ഇപ്പം ഞാൻ കറക്റ്റുള്ള വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90ആണ്. അത് മാത്രമല്ല, എനിക്ക് PCOD ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പീരീഡ്സ് ഒന്നും പ്രോപ്പർ അല്ല. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ, എയർഫോള്, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് 80% PCOD കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഷീഫിറ്റിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാണ്. PCOD വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മെന്റലി ഡൗൺ ആയിരുന്നു. കാരണം നല്ല രീതിയിൽ എനിക്ക് എയർഫോൾ ഉണ്ട്. പിന്നെ എപ്പോൾ നോക്കിയാലും ഫുഡ് കഴിക്കുക, പിന്നെ ഉറങ്ങുക, അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഹെയർ ഫോള് നല്ല രീതിയിൽ മാറ്റമുണ്ട്. കാരണം എപ്പോൾ നോക്കിയാലും റൂമും ഫുള്ള് ഹെയർ മാത്രമായിരുന്നു. ഇപ്പം അതില്ല. അതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫാമിലി എല്ലാവരും അങ്ങെത്തിയിട്ടുണ്ടാവും. ഞാൻ നടന്നാലും എത്തൂല. കാരണം എനിക്ക് ഭയങ്കര കിതപ്പാണ്. എനിക്ക് എൻ്റെ അയ്യ തടി വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പം അതിൽ നിന്നൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എനിക്ക് എത്ര സ്പീഡിൽ നടക്കാൻ പറ്റുന്നു നോക്കിയാൽ എനിക്ക് മാക്സിമം അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് കിതപ്പില്ല. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബോഡി ഷെയ്മിങ് ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ച ഒരാളാണ്. എന്തെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക. പക്ഷെ അവർ തന്നെ നല്ല രീതിയിൽ നമ്മളെ ബോഡി ഷെയ്മിങ് കുറെ അനുഭവിച്ച ആളാണ്. പക്ഷെ എനിക്കതൊരു വിഷയമല്ലായിരുന്നു. അതങ്ങനെ അങ്ങ് പോട്ടെ എന്നൊരു ചിന്തയാണ്. പക്ഷെ ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ പോയാൽ പോരാ, എന്തായാലും മാറ്റം വേണം. ഈ ഒരു ജേണിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എന്നെ പോലെ അമിതഭാരം കാരണം ബുദ്ധിമുട്ടുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. ഷീഫിറ്റിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്കൗട്ടുകളും ഓക്കെ, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഐഷ മാം. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു.